ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സാഹിത്യത്തിന് ദേശമെന്നോ ഭാഷയെന്നോ വേർതിരിവുകളില്ല. സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളെ തച്ചുടയ്ക്കാൻ സർഗസാഹിത്യ സൃഷ്ടികളുടെ പിറവികൾ ചെലുത്തിയ സ്വാധീനം ചെറുതല്ലെന്ന് സാഹിത്യ സമൂഹം ഏറെ തവണ തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇതിന്റെ സാക്ഷ്യപ്പെടുത്തലാവുകയാണ് കോഴിക്കോടൻ തീരത്ത് നടന്നുവരുന്ന സാഹിത്യ മാമാങ്കം. ഇനി പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി ജീവനക്കാരുടെ പണിമുടക്ക് സമരം. സാഹിത്യോത്സവത്തിൽ ടി പത്മനാഭന്റെ ജന്മദിനാഘോഷം. ജീവിത യാഥാർത്ഥ്യങ്ങളെ പകുത്തു നൽകി KR മീരയുമായി മുഖാമുഖം. കരാർ തൊഴിലാളികളെ ഒഴിവാക്കി പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ പ്രതിഷേധം. തിരുവണ്ണൂർ കോട്ടൺ മിൽ CITU ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. തുറമുഖ നഗരത്തിന്റെ തീരത്ത് സാഹിത്യ ചിന്തകളുടെയും സംവാദങ്ങളുടെയും നവവാതായനങ്ങൾ തുറന്ന് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തുടക്കം. ദേശീയ അന്തർദേശീയ മേഖലകളിൽ പ്രശസ്തരായ സാഹിത്യകാരന്മാർ ചേർന്ന് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സാഹിത്യോത്സവത്തിന് തിരിതെളിയിച്ചു. കോഴിക്കോട് കടപ്പുറത്ത് തയ്യാറാക്കിയ എഴുത്തോല, വെള്ളിത്തിര, തൂലിക, അക്ഷരം എന്നീ വേദികളിലാണ് ആദ്യത്തെ കേരള സാഹിത്യോത്സവം നടക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. എഴുത്തുകാരനായ MT വാസുദേവൻ നായർ, പ്രതിഭ റായ്, ഗീതാ ഹരിഹരൻ, മന്ത്രി KC ജോസഫ് എന്നിവർ ചേർന്ന് 3 ദിവസം നീളുന്ന മേളയുടെ ഉദ്ഘാടനം നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. സാഹിത്യോത്സവ കമ്മിറ്റി ഡയറക്ടർ കവി K സച്ചിദാനന്ദൻ അധ്യക്ഷനായിരുന്നു. ജയ്പൂരിലും ഛത്തീസ്ഗഡിലും കൊനാർക്കിലും ഡൽഹിയിലും ഭുവനേശ്വറിലുമെല്ലാം അരങ്ങേറുന്ന പോലെ കേരളത്തിന് തനതായ സാഹിത്യോത്സവം എന്നതാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ K സച്ചിദാനന്ദൻ പറഞ്ഞു. സാഹിത്യം സാമൂഹ്യ സ്ഥാപനമാണെന്ന് MT വാസുദേവൻ നായർ പറഞ്ഞു. മതത്തിന്റെയും തത്വശാസ്ത്രങ്ങളുടെയും സംഘടിത രൂപങ്ങൾക്ക് എത്രയോ മുകളിലാണ് സാഹിത്യം. അക്ഷരങ്ങൾ കൊണ്ട് അവരുടെ ആശയങ്ങളുടെ മഹാസൗധങ്ങൾ തകരുമെന്ന് അവർ ഭയപ്പെടുന്നു. അത് സാഹിത്യത്തിന്റെ കരുത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ മതത്തിന് അവരുടെ തത്വശാസ്ത്രത്തിന് രക്ഷിക്കാനായിരിക്കും ഈ ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ. UAE എക്സ്ചേഞ്ച് CEO പ്രമോദ് മങ്ങാട്ട്, ACB വൈസ് പ്രസിഡന്റ് കോശി തോമസ്, SBT കൊമേഴ്ഷ്യൽ മാനേജർ S ആദികേശവൻ, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ, DVDC MK അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 160 ദേശീയ അന്തർദേശീയ സാഹിത്യ പ്രതിഭകളാണ് കേരള സാഹിത്യോത്സവത്തിൽ പങ്കാളികളാകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സാഹിത്യോത്സവത്തെ സ്വന്തം ദേശത്തിന്റെ സാഹിത്യ പെരുമയുടെ ആഘോഷമാക്കി മാറ്റുകയാണ് കോഴിക്കോട്ടുകാർ. ആദ്യ ദിനത്തിൽ എഴുത്തുകാരുടെ പരസ്പര സംവാദവും സഹൃദയരുമായുള്ള സംഭാഷണവും സാഹിത്യത്തിന്റെ വർത്തമാന ഭാവികളെക്കുറിച്ചുള്ള പ്രത്യാശകളും ആശങ്കകളും എഴുത്തുകാർ പങ്കുവച്ചു. വിനോദവും വിജ്ഞാനവും സൌഹൃദവും പകർന്നു നൽകിയാണ് കോഴിക്കോട് ആതിഥേയത്വം വഹിക്കുന്ന കേരള സാഹിത്യോത്സവത്തിന് തുടക്കമായത്. കടലോര മണ്ണിൽ സാഹിത്യകാരന്മാരുടെയും കലാസ്വാദകരുടെയും ഒത്തുചേരലായിരുന്നു യഥാർത്ഥത്തിൽ സാഹിത്യോത്സവം. വിവിധ വേദികളിൽ പ്രമേയം കൊണ്ട് വ്യത്യസ്തമായ ചർച്ചകളും ഭിന്നാഭിപ്രായങ്ങളുമാണ് ഉയർന്നുവന്നത്. കനത്ത ചൂടിനെ അവഗണിച്ചും വിവിധ ജില്ലകളിൽ നിന്നും നിരവധി കലാസ്വാദകരാണ് കോഴിക്കോട്ടെത്തിയത്. സാഹിത്യലോകത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ MT വാസുദേവൻ നായർ, ആനന്ദ്, M മുകുന്ദൻ, NS മാധവൻ തുടങ്ങിയവരുടെ നോവൽ ഇന്ന് എന്ന ചർച്ചയിലൂടെയാണ് ആദ്യ ദിനത്തിലെ പരിപാടികൾക്ക് തുടക്കമായത്. നോവലിന്റെ ഇന്നത്തെ അവസ്ഥയും പ്രതികൂലമായ സാഹചര്യത്തിലും വന്ന നല്ല മാറ്റങ്ങളെയും ചർച്ച ചെയ്യപ്പെടുന്നവയായിരുന്നു സംവാദം. വിഷയത്തെ സംബന്ധിച്ച് സാഹിത്യകാരന്മാരുടെ മികച്ച പ്രതികരണങ്ങളാണ് കാണികൾക്കും ആവേശം പകർന്നത്.
RV രമണിയുടെ നീ യാർ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ആദ്യ ദിനത്തെ വ്യത്യസ്തമാക്കി. എഴുത്തോല, വെള്ളിത്തിര, തൂലിക, അക്ഷരം തുടങ്ങിയ വേദികൾ ജനസാഗരത്താൽ ചർച്ചകളിൽ അലിഞ്ഞുചേർന്നിരുന്നു. തൃപ്പൂണിത്തുറ കൃഷ്ണദാസിന്റെ ഇടയ്ക്കവാദ്യത്തിലെ പ്രാഗൽഭ്യം, പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ കാവ്യാഞ്ജലിയെ കാഴ്ചക്കാരിൽ നവ്യാനുഭവം സൃഷ്ടിച്ചു. കടലോരത്തെ ചൂടിനെ മറികടന്ന് കാഴ്ചക്കാർക്ക് കുളിർക്കാറ്റായി പെയ്തിറങ്ങുകയായിരുന്നു കാവ്യാഞ്ജലി. വേദി 1 നടന്ന കഥയിലെ ഞാൻ മുഖാമുഖം പരിപാടി വ്യത്യസ്തമായിരുന്നു. പ്രശസ്ത എഴുത്തുകാരനായ ടി പത്മനാഭനും KR മീരയും തമ്മിൽ നടത്തിയ മുഖാമുഖത്തിൽ എഴുത്തുകാരന്റെ ജീവിതവും കഥയുമായി പുലർത്തിയ ബന്ധവും കാണികൾക്ക് ഹൃദ്യസ്ഥമായി. ടി പത്മനാഭന്റെ ജന്മദിനാഘോഷവും സാഹിത്യകാരോടും കലാസ്വാദകരോടുമൊപ്പം ഇതേ വേദിയിൽ തന്നെ നടന്നു. മതം, സംസ്കാരം, പ്രതിരോധം എന്ന വിഷയത്തിലാണ് മറ്റൊരു വേദിയിൽ സംവാദം നടന്നത്. ബി രാജീവൻ, കെ വേണു, KP രാമനുണ്ണി, ഹമീദ് ചേന്നമംഗലൂർ, സിസ്റ്റർ ജസ്മി തുടങ്ങിയവർ ചൂടുപിടിച്ച സംവാദത്തിൽ വേദി പങ്കിട്ടു. കാണികളുടെ ശ്രദ്ധയാകർഷിക്കുന്നവയായിരുന്നു ചർച്ചകൾ. ഭിന്നാഭിപ്രായങ്ങളും അവശ്യ പ്രതികരണങ്ങളും കൊണ്ട് ആവേശത്തോടൊപ്പം അറിവും പകർന്നു നൽകാൻ സംവാദങ്ങൾ കൊണ്ട് സാധിച്ചു. ഇന്ത്യയിലെ പെണ്ണെഴുത്ത് എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിന് കാണികളിൽ ഏറിയ പങ്കും സ്ത്രീകൾക്ക് തന്നെയായിരുന്നു. പെണ്ണെഴുത്തിൽ കണ്ടുവരുന്ന അപാകതകളെയും എഴുത്തുകാരികളെയും പരിചയപ്പെടുത്താനുള്ള വേദി കൂടിയായിരുന്നു ഇത്. ജയശ്രീ മിശ്ര, അനിത നായർ, KR മീര തുടങ്ങി പ്രമുഖ എഴുത്തുകാരികളെല്ലാം തുറന്ന സംവാദത്തിലൂടെ കാഴ്ചക്കാരിൽ അനുഭൂതിയുളവാക്കി. ആദ്യ ദിനത്തിൽ നടന്ന സംഗീത കച്ചേരിയും ട്രിപ്പിൾ തായമ്പകയും കോഴിക്കോട്ടെ കലാപ്രേമികൾ ആവോളം ആസ്വദിച്ചു. കവിയരങ്ങിലും വിവിധ സംവാദങ്ങളിലും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആതിഥേയരും പ്രശംസ പിടിച്ചുപറ്റി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരാർ തൊഴിലാളികളെ പരിഗണിക്കാതെ പുതിയ തൊഴിലാളികളെ ജോലിക്കെടുക്കുന്നതിനെതിരെ തിരുവണ്ണൂർ കോട്ടൺ മില്ലിൽ പ്രതിഷേധം. CITU നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരത്തെ തുടർന്ന് ഇന്റർവ്യൂ താൽക്കാലികമായി നിർത്തിവച്ചു. തിരുവണ്ണൂർ കോട്ടൺ മില്ലിൽ 171 ഒഴിവുണ്ട്. ഈ ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ ആണ് വെള്ളിയാഴ്ച തീരുമാനിച്ചത്. നിലവിൽ 3 മുതൽ 6 വർഷം വരെ സർവീസുള്ള 158 കരാർ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തു വരുന്നുണ്ട്. ഇവരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്താതെ പുതിയ ആളുകളെ എടുക്കാൻ ശ്രമിച്ചതാണ് പ്രതിഷേധങ്ങൾക്കിടയാക്കിയത്. ഇതിന്റെ ഭാഗമായി കോട്ടൺ മിൽ വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ കമ്പനി പരിസരത്ത് ധർണ നടത്തി. സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് പന്നിയങ്കര സിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു. സമരക്കാരും കമ്പനി മാനേജ്മെന്റും പോലീസും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ഇന്റർവ്യൂ നിർത്തിവച്ചു. ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി ഉചിതമായ തീരുമാനം ഉണ്ടാക്കാമെന്ന ധാരണയിലാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. കോട്ടൺ മിൽ വർക്കേഴ്സ് യൂണിയൻ CITU പ്രസിഡന്റ് M രാജശേഖരൻ, ജനറൽ സെക്രട്ടറി മണാൽ ജയരാജൻ, ദിനേശൻ, സുധാകരൻ, ബാബുമാൻ, സുകേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. കേരള സാഹിത്യോത്സവത്തിലെ ആദ്യ ദിനത്തിൽ സാഹിത്യകാരായ ടി പത്മനാഭനും KR മീരയും തമ്മിലുള്ള മുഖാമുഖം ശ്രദ്ധേയമായി. ടി പത്മനാഭന്റെ പിറന്നാൾ ദിനത്തിൽ ആഘോഷമൊരുക്കിയാണ് പ്രിയ എഴുത്തുകാരനെ കോഴിക്കോട്ടുകാർ സ്വീകരിച്ചത്. കോഴിക്കോടൻ ജനതയുടെ സ്നേഹമറിഞ്ഞാണ് എഴുത്തുകാരൻ ടി പത്മനാഭൻ നഗരം ആതിഥേയത്വം വഹിക്കുന്ന സാഹിത്യോത്സവ വേദി വിടുന്നത്. സാഹിത്യലോകത്തിന് മികവുറ്റ സംഭാവനകൾ നൽകിയ എഴുത്തുകാരന്റെ പിറന്നാൾ ദിനമാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. എഴുത്തുകാരി KR മീരയുമായി ടി പത്മനാഭൻ നടത്തിയ മുഖാമുഖത്തിലാണ് പ്രിയങ്കരനായ എഴുത്തുകാരന് കേക്ക് നൽകി കോഴിക്കോട്ടുകാർ തങ്ങളുടെ ആദരവ് കാണിച്ചത്. ഈ മധുരത്തിന് പകരമായി എഴുത്തുകാരൻ ടി പത്മനാഭൻ കാഴ്ചക്കാർക്ക് പകർന്നു നൽകിയത് രചനയിലെ താൻ ആരാണെന്നാണ്. എഴുത്തുകളിൽ പലപ്പോഴും പ്രതിഫലിക്കുന്നത് കഥാകാരന്റെ ജീവിതമാണ്. ടി പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ എല്ലാം തന്നെ പച്ചയായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉടലെടുത്തവയാണ്. ബാല്യകാല സ്മരണകളാണ് ഇതിൽ എഴുത്തുകാരന് ഏറ്റവും പ്രിയപ്പെട്ടത്. സുഹൃത്തുമൊന്നിച്ചുള്ള ഓരോ നിമിഷവും ബാല്യകാല സ്മരണകളും കോർത്തിണക്കിയാണ് കഥകളുടെ ആവിഷ്കാരം. ഇതിന് കൂടുതൽ മാറ്റേകുന്നത് ഇത് സ്വന്തം അനുഭവത്തിൽ നിന്നാകുമ്പോഴാണെന്ന് ടി പത്മനാഭൻ പറയുന്നു. പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു കുട്ടിക്കാലത്തെ സുഹൃത്തിനുണ്ടായിരുന്നത്. സൌഹൃദത്തിന്റെ ആഴം വർദ്ധിക്കുന്നതിനോടൊപ്പം കഥാകാരന് സുഹൃത്തിന്റെ വിഷമങ്ങളും വേദനകളും തന്റേതു കൂടിയാണെന്ന് തോന്നി. കുട്ടിക്കാലം മാത്രമല്ല, തന്റെ കുടുംബാംഗങ്ങളുടെ വ്യക്തമായ ചിത്രവും കഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അച്ഛനെക്കുറിച്ച് എഴുത്തുകാരന് ഒരു തരത്തിലുമുള്ള സങ്കല്പവുമില്ല. അമ്മ കറുപ്പും അച്ഛൻ വെളുപ്പുമാണെന്ന് ഏട്ടൻ പറഞ്ഞ അറിവ് മാത്രമാണുള്ളത്. അമ്മയെക്കുറിച്ച് വാചാലനായ എഴുത്തുകാരൻ പക്ഷേ അച്ഛന്റെ സ്നേഹത്തിനെയോ കരുതലിനെയോ ഓർമ്മപ്പെടുത്തിയില്ല. വാസ്തവത്തിൽ ഏറ്റവും ഇളയ മകനായതുകൊണ്ടായിരിക്കാം ഇത്തരം ഓർമ്മകൾ മനസ്സിന്റെ കോണിൽ തങ്ങി നിൽക്കാത്തതെന്നും ഇദ്ദേഹം പറയുന്നു. ആനന്ദകരമായ 4 കൊല്ലം വായന എല്ലാം, എന്നിട്ടൊരു സാമാന്യം ആക്റ്റീവായിട്ട് തന്നെയാണ്. ടി പത്മനാഭൻ എന്ന എഴുത്തുകാരനപ്പുറം ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിച്ചറിഞ്ഞ പച്ചയായ മനുഷ്യനാണ് ഇദ്ദേഹം. ഇക്കാര്യം നിരൂപിക്കുന്നത് തന്നെയായിരുന്നു എഴുത്തുകാരി KR മീരയുമായുള്ള മുഖാമുഖം. പ്രണയവും സുഹൃത്തുക്കളും വിശ്വാസങ്ങളും കുടുംബവും ഇഴചേർന്ന ജീവിതമാണ് ടി പത്മനാഭൻ എന്ന എഴുത്തുകാരന്റേത്. ഇതിലെ നിമിഷങ്ങൾ ഒപ്പിയെടുത്ത കഥയിലെ എഴുത്തുകാരൻ താനാണെന്ന് കാഴ്ചക്കാർക്ക് തിരിച്ചറിവ് നൽകിയാണ് ഇദ്ദേഹം വേദി വിട്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
പെണ്ണെഴുത്തിന്റെ ചൂടേറിയ ചർച്ചകൾ നടക്കുമ്പോൾ വേദിക്ക് പുറത്ത് ക്യാമറ കണ്ണുകൾക്കിപ്പുറവും ഒരു സ്ത്രീ സാന്നിധ്യം. കാണാം ഒരു നല്ല ചിത്രത്തിനു വേണ്ടിയുള്ള സ്ത്രീ ഫോട്ടോഗ്രാഫറുടെ കാത്തിരിപ്പ്. വേദിയിൽ ചൂടേറിയ സംവാദം അരങ്ങു തകർക്കുകയാണ്. ഇന്ത്യയിലെ പെണ്ണെഴുത്താണ് വിഷയം. എഴുത്തുകാരികളായ KR മീര, ജയശ്രീ മിശ്ര, അനിത നായർ തുടങ്ങിയവർ ആധികാരികമായി പെണ്ണെഴുത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് കാണികളിൽ അവബോധമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ വേദിക്ക് പുറത്ത് ഇവരുടെ വിവിധ ഭാവങ്ങളെ ക്യാമറയിൽ പകർത്താനുള്ള ശ്രമത്തിലാണ് ഒരു കൂട്ടം ഫോട്ടോഗ്രാഫേഴ്സ്. സാഹിത്യകാരികളുടെ ഒരു നിമിഷത്തെ സുന്ദരമായ പുഞ്ചിരിക്കു വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്. ഇതിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയത് DC ബുക്സ് മീഡിയ വിംഗിലെ ഒരു വനിതാ ഫോട്ടോഗ്രാഫറാണ്. സാഹിത്യകാരി KR മീരയുടെ സുന്ദരഭാവത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവർ. ഒരു നിമിഷത്തെ പിഴവുകൊണ്ട് മികച്ച ഭാവങ്ങളെ ക്യാമറ കണ്ണിൽ കിട്ടാതെ പോയാൽ ചിത്രത്തിന്റെ ആകെത്തുകയായ വികാരമാണ് നഷ്ടമാകുക. അതുകൊണ്ട് സംവാദം ശ്രദ്ധിക്കുകയല്ലാതെ വേറെ വഴിയില്ല. കാത്തിരുന്ന് ഒരു ഫോട്ടോ എടുത്തപ്പോൾ അത് നന്നായില്ലെന്ന് തോന്നി. വീണ്ടും എടുത്ത ഫോട്ടോകൾക്കൊന്നും പ്രതീക്ഷിച്ചത്ര ഭംഗി പോരെന്ന് വനിതാ ഫോട്ടോഗ്രാഫറുടെ മുഖം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ക്ഷമയോടുള്ള കാത്തിരിപ്പ് തുടർന്നതുകൊണ്ട് അവസാനം നല്ലൊരു ഫോട്ടോ തന്നെ കിട്ടി. സ്റ്റുഡിയോയിലേക്കാണ് അടുത്ത യാത്ര. അച്ചടിച്ചതിനു ശേഷം തന്റെ ഫോട്ടോ വായനക്കാരെ ആകർഷിക്കുമ്പോഴാണ് ഫോട്ടോഗ്രാഫറുടെ ഈ പ്രയത്നത്തിന് ഇനി ഫലപ്രാപ്തിയുണ്ടാവുക. ക്യാമറാമാൻ കൃതേഷ് വേങ്ങരിക്കൊപ്പം ശ്രുതി തിരുവമ്പാടി, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസ് ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CATU സംസ്ഥാന വ്യാപക സമരം ആരംഭിച്ചു. ഇതിനു മുന്നോടിയായി ജീവനക്കാർ പണിമുടക്കി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CATU സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരമാണ് അംഗനവാടി ജീവനക്കാരുടെ വർദ്ധിപ്പിച്ച ഓണറേറിയം ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പരിസരത്തേക്കാണ് കോഴിക്കോട് ജില്ലാ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് CATU നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. വർദ്ധിപ്പിച്ച് പ്രഖ്യാപിച്ച ഓണറേറിയം ഉടൻ അനുവദിക്കുക, പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, അംഗപരിമിത സർവേയുടെ ഇൻസെന്റീവ് ഉടൻ നൽകുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, ക്ഷേമനിധിയിലെ സർക്കാർ വിഹിതം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപക പ്രക്ഷോഭം ആരംഭിച്ചത്. സാമൂഹിക നീതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഓണറേറിയം വർധനവിന്റെ ഉത്തരവ് 5 ദിവസം കൊണ്ട് വരുമെന്ന് മുഖ്യമന്ത്രിയും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയും ഉറപ്പു നൽകിയതാണ്. എന്നാൽ ഇതുവരെ ഈ ഉത്തരവ് വന്നിട്ടില്ല. ഇതേ തുടർന്നാണ് അംഗനവാടി വർക്കർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് CATU പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. സതീദേവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഏലിയമ്മ അധ്യക്ഷം വഹിച്ചു. അഖിലേന്ത്യാ കമ്മിറ്റി അംഗം സാബിറ, T. ഗീത, അനിത, ഷീബ എന്നിവർ നേതൃത്വം നൽകി. കള്ളുചെത്ത് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് ജില്ലാ കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ CATU നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. CATU ജില്ലാ ജനറൽ സെക്രട്ടറി T. ദാസൻ ഉദ്ഘാടനം ചെയ്തു. കള്ളുചെത്ത് വ്യവസായത്തെ സംരക്ഷിക്കുക, മിനിമം പെൻഷൻ 1000 രൂപയാക്കുക, പുതിയ പെൻഷൻ സ്കീം ഏർപ്പെടുത്തുക, അനധികൃത നീരജത്വം വിൽപ്പനയും തടയുക, ടോഡി ബോർഡ് രൂപീകരിക്കുക, ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ CATU ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. എരഞ്ഞിപ്പലത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ അണിചേർന്നു. പ്രതിഷേധ യോഗം CATU ജില്ലാ ജനറൽ സെക്രട്ടറി T. ദാസൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ നിയമസഭയിൽ ടോഡി ബോർഡ് രൂപീകരിക്കാൻ 1 കോടി രൂപ വകയിരുത്തിയിരുന്നു.
എന്നാൽ നാളിതുവരെയായിട്ടും അതിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്നും മറ്റു വ്യവസായങ്ങളെ തകർക്കുന്ന രീതിയിൽ കള്ള് വ്യവസായത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആർ ഗോപാലൻ അധ്യക്ഷം വഹിച്ചു. പി എ ചന്ദ്രശേഖരൻ, ആനന്ദൻ കെ, കെ മോഹനൻ, കനകദാസ്, ടി ചാത്തു, എം ഐ ഷാജി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെങ്ങുകയറ്റം ഇനി അനായാസം. ഇരുന്നും നിന്നും തെങ്ങ് കയറാൻ സഹായിക്കുന്ന പുതിയ യന്ത്രവുമായി സഹോദരങ്ങൾ ശ്രദ്ധേയരാകുന്നു. മലപ്പുറം അരീക്കോട് സ്വദേശികളായ ഷാമിൽ സലാം, ഷിബിൽ സലാം എന്നിവരാണ് സിസ്റ്റന്റ് ക്ലൈംബർ കണ്ടുപിടിച്ചത്. ഫെബ്രുവരി 6-ന് NIT-യിൽ നടക്കുന്ന ചടങ്ങിൽ യന്ത്രം പുറത്തിറക്കും. ഇരുന്നും നിന്നും അനായാസം തെങ്ങിൽ കയറാവുന്ന മെഷീൻ മാർക്കറ്റിലേക്ക് വരുന്നു. സാധാരണക്കാരിൽ ധരിക്കുന്ന കയർ കൊണ്ടുള്ള തളപ്പിനു പകരം വഴുതലില്ലാതെ കയറാവുന്ന മെഷീനാണ് സിസ്റ്റാൻഡ് ക്ലൈംബർ എന്ന ഉപകരണമെന്ന് യന്ത്രം കണ്ടുപിടിച്ച ഷാമിൽ സലാമും ഷിബിൽ സലാമും പറഞ്ഞു. ഇതുപയോഗിച്ച് കേവലം 42 സെക്കൻഡുകൾ കൊണ്ട് 30 അടി നീളമുള്ള തെങ്ങിൽ അനായാസം കയറാൻ സാധിക്കുമെന്നും അവർ വ്യക്തമാക്കി. തെങ്ങിൽ ലോക്ക് ചെയ്യാനുള്ള സംവിധാനം, സീറ്റ് ബെൽറ്റ്, തെങ്ങിൽ നിന്നുകൊണ്ട് തന്നെ അനായാസം തിരിക്കാനുള്ള സംവിധാനം തുടങ്ങിയവയാണ് പ്രത്യേകതകൾ. മറ്റുള്ള യന്ത്രങ്ങളെ അപേക്ഷിച്ച് ഭാരവും വിലയും കുറവാണ്. ഫെബ്രുവരി 6-ന് NIT-യിൽ നടക്കുന്ന ചടങ്ങിൽ ഉപകരണം പുറത്തിറക്കും. മന്ത്രി ആര്യാടൻ മുഹമ്മദ്, കളക്ടർ N പ്രശാന്ത്, NIT ഡയറക്ടർ ഡോക്ടർ ശിവജി ചക്രവർത്തി, PK ബഷീർ MLA എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും. പശ്ചിമഘട്ടത്തിലെ ജന്തുവൈവിധ്യത്തെക്കുറിച്ച് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് പ്രാദേശിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ZSIയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചൊരുക്കിയ പരിപാടി കൽക്കട്ട സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ ഡോക്ടർ കൈലാഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പശ്ചിമഘട്ടത്തിലെ ജന്തുവൈവിധ്യത്തെക്കുറിച്ച് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് പ്രാദേശിക കേന്ദ്രത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്. 5 ദിവസം നീളുന്ന ശില്പശാല കൽക്കട്ട സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ഡോക്ടർ കൈലാഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. Both the titles are very important in the present scenario. One is identification, second is Western Ghat. Why identification and Western Ghat are equally important means identification means taxonomy. It's a branch of classical biology. You know, nowadays classical this biology is having an ill fate. Actually, there is strong discrimination between. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 25 ഗവേഷകരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ PM സുരേഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ C രാധാകൃഷ്ണൻ, KC ഗോപി, KG ഏലിയമ്മ തുടങ്ങിയവരും പങ്കെടുത്തു. കേരള അക്വാ ഫാമേഴ്സ് ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം അത്തോളി വ്യാപാരി ഏകോപന സമിതി വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. T പുരുഷോത്തമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മത്സ്യസമ്പത്ത് കുറഞ്ഞുവരുന്ന വർത്തമാന കാലയളവിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും മത്സ്യകർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരമുണ്ടാക്കുന്നതിനും ഓരുജലം, ശുദ്ധജലം, അലങ്കാര മത്സ്യമേഖലകളിലെ മത്സ്യകർഷകർ എന്നിവരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരള അക്വാ ഫാർമേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം അത്തോളിയിൽ നടന്നത്. അത്തോളി വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം T പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയുന്നത് 5 രൂപയെങ്കിൽ 5 രൂപ ചെലവഴിക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്തെങ്കിലും ഉണ്ടാവണ്ടേ? എന്തെങ്കിലും അതിന് തിരിച്ചു വരണ്ടേ? എവിടെയെങ്കിലും അതങ്ങനെ വരുന്നുണ്ടോ? വളരെ 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 ദുർലഭ ചില സ്ഥലങ്ങളിൽ മാത്രമല്ലേ വരുന്നത്. CM ജീവൻ അധ്യക്ഷനായിരുന്നു. NK ഗോപിനാഥൻ, ഫാർമ കണ്ണൂർ എക്സ്റ്റൻഷൻ ഓഫീസർ ഷൈനി എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന്
പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 19ാം സംസ്ഥാന സമ്മേളനം 2ാം ദിവസം പിന്നിട്ടു. വിദ്യാഭ്യാസ മേഖലയിൽ തീവ്ര ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ നിർദ്ദേശാനുസരണമുള്ള പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റേത് എന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി. രാജ്യത്തെ മതനിരപേക്ഷ വിദ്യാഭ്യാസം കടുത്ത വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ അതിനെതിരെ സംഘശക്തിയാകുവാനുള്ള ആഹ്വാനവുമായാണ് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 19ാം സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത്. കോഴിക്കോട് 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളന പരിപാടിയുടെ 2ാം ദിനമായ ഇന്ന് പ്രതിനിധി സമ്മേളനമാണ് നടന്നത്. ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം CPI ദേശീയ സെക്രട്ടറി MP D രാജ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ തീവ്ര ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ നിർദ്ദേശാനുസരണം രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെയും ഉന്നത വിദ്യാഭ്യാസത്തിലെയും പാഠ്യപദ്ധതി പരിഷ്കരണ നടപടികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് സർക്കാർ നടപടികൾ എടുക്കുന്നതെന്നും സമ്മേളനത്തിൽ ആരോപിച്ചു. should salute Ayyankali for his contribution to scheduled caste and scheduled tribe for winning this right to education. അധ്യാപകരുടെ സേവന വേതന മേഖലകളിൽ അവകാശ സംരക്ഷണത്തിനായി നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ AKSTU പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ചടങ്ങിൽ AKSTU പ്രസിഡന്റ് R ശരത്ചന്ദ്ര നായർ അധ്യക്ഷനായിരുന്നു. വനിതാ ഫോറം കൺവീനർ T ഭാരതി അനുശോചന പ്രമേയവും AKSTU വൈസ് പ്രസിഡന്റ് V നാരായണൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. CN ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ TV ബാലൻ, S വിജയകുമാരൻ നായർ, PM വാസുദേവൻ, KK ഭാസ്കരൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് താലൂക്ക് NSS കരയോഗം ടൗൺ മേഖലയുടെ സമ്മേളനം ഫെബ്രുവരി 7-ന് നടക്കും. NSS തളിപ്പറമ്പ് ഡയറക്ടർ ബോർഡ് മെമ്പർ V രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് താലൂക്ക് NSS കരയോഗം 6 മേഖലകളിലായാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ടൗൺ മേഖലയുടെ സമ്മേളനമാണ് ഫെബ്രുവരി 7-ന് നടക്കുക. മുതലക്കുളത്തു നിന്നും ഘോഷയാത്ര തുടങ്ങി സമ്മേളന നഗരിയായ ചാലപ്പുറം NSS കോളേജ് ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. തളിപ്പറമ്പ് NSS ഡയറക്ടർ ബോർഡ് മെമ്പർ V രാഘവൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംവരണാനുകൂല്യം ലഭിക്കാത്ത മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തുകയും അവർക്കുള്ള ക്ഷേമ പദ്ധതികൾ നിശ്ചയിക്കുകയുമാണ് സമ്മേളന ലക്ഷ്യമെന്നും അവർ വ്യക്തമാക്കി. കോഴിക്കോടിന്റെ സ്നേഹം ഏറ്റുവാങ്ങി ദേശീയ സ്കൂൾ ഗെയിംസിനെത്തിയ അവസാന സംഘവും മടങ്ങി. കോഴിക്കോടൻ ഹൽവ നൽകിയാണ് ഡൽഹി ടീമിനെ യാത്രയാക്കിയത്. MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ദേശീയ സ്കൂൾ ഗെയിംസിനായി കോഴിക്കോട്ടെത്തിയ അവസാന സംഘവും യാത്ര തിരിച്ചു. ഒരാഴ്ചയായി നാട്ടുകാരുടെയും കായിക പ്രേമികളുടെയും സ്നേഹവായ്പ ഏറ്റുവാങ്ങിയ ഡൽഹി സംഘത്തിന് കഴിഞ്ഞ ദിവസം വൈകിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്നേഹാർദ്രമായ യാത്രയപ്പാണ് നൽകിയത്. മധുരത്തിന്റെ നാട്ടിൽ മികച്ച പ്രകടനം നടത്തിയ സംഘത്തിലെ ഓരോ അത്ലറ്റുകൾക്കും കോഴിക്കോടൻ ഹൽവ നൽകിയാണ് സംഘാടകർ യാത്രയാക്കിയത്. ഡൽഹിയിൽ നിന്ന് 40 ആൺകുട്ടികളും 20 പെൺകുട്ടികളും 8 ഓഫീഷ്യലുകളും അടങ്ങിയ സംഘമാണ് ദേശീയമേളയ്ക്കെത്തിയിരുന്നത്. റെക്കോർഡുകൾ തിരുത്തിയും ട്രാക്കിലും ഫീൽഡിലുമായി മെഡലുകൾ വാരിക്കൂട്ടുകയും ചെയ്ത ഡൽഹി ടീം 9 സ്വർണം ഉൾപ്പെടെ 28 മെഡലുകളാണ് സ്വന്തമാക്കിയത്. റെയിൽവേ സ്റ്റേഷൻ 4ാം പ്ലാറ്റ്ഫോമിൽ നൽകിയ യാത്രയപ്പ് ചടങ്ങിൽ MK രാഘവൻ MP മുഖ്യാതിഥിയായിരുന്നു. റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ CK നാണു MLA അധ്യക്ഷം വഹിച്ചു. DD ഗിരീഷ് ചോലയിൽ, RDO K ഗോകുൽ കൃഷ്ണൻ, സ്റ്റേഷൻ മാസ്റ്റർ ജോസഫ് മാത്യു, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, അക്കോമഡേഷൻ കമ്മിറ്റി കൺവീനർ CP ചെറിയ മുഹമ്മദ്, PK രാജൻ, സെബാസ്റ്റ്യൻ ജോൺ, രാജേഷ് ജോസ്, ഹരിപ്രസാദ്, PK സന്തോഷ്, ഡൽഹി ടീം മാനേജർ ശിവലോചൻ, ട്രാൻസ്പോർട്ട് കമ്മിറ്റി കൺവീനർ K അനിൽകുമാർ, M റിയാസ് എന്നിവർ സംസാരിച്ചു. പഴയകാല ഗാന ആസ്വാദകരുടെ കൂട്ടായ്മയായ നിലാവ് സലീൽ ചൌധരി ഗാനസന്ധ്യ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 8-ന് വൈകുന്നേരം ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഗായിക P മാധുരിയെ ആദരിക്കും. കവി PK ഗോപി പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. പഴയകാല ഗാനങ്ങളും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും അവരിലൂടെ വർത്തമാനകാലത്ത് പഴയകാല സംഗീതത്തിന്റെ തനിമ ചോർന്നു പോകാതെ നിലനിർത്തിക്കൊണ്ടു പോകാനുമാണ് നിലാവ് എന്ന സംഘടന പ്രവർത്തിക്കുന്നത്. സംഗീതത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും എന്നാൽ ഈ രംഗത്ത് ഒന്നുമാകാതെ അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും സ്വാതന്ത്ര്യമേകുന്നതിന്റെ ഭാഗമായി അനശ്വരനായ സംഗീത സംവിധായകൻ സലീൽ ചൌധരിയുടെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗാനസന്ധ്യ ഫെബ്രുവരി 8-ന് ടൗൺ ഹാളിൽ സംഘടിപ്പിക്കും െന്ന് നിലാവ് സംഘാടകർ പറഞ്ഞു. വേദിയിൽ പ്രസിദ്ധ പിന്നണി ഗായിക P മാധുരിയെ ആദരിക്കും. കവിയും ഗാനരചയിതാവുമായ PK ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ഫസൽ ഗഫൂർ മാധുരിയെ പൊന്നാട അണിയിക്കുമെന്നും അവർ വിശദീകരിച്ചു. ദളിത് മുസ്ലിം വിദ്യാഭ്യാസ ഉന്മൂലനത്തിനെതിരെ MSF സംസ്ഥാന കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ സംയുക്ത സമരസമിതി പ്രവർത്തകൻ ദ്വന്ദ് പ്രകാശ് റാലി ഉദ്ഘാടനം ചെയ്തു.
ദളിത് മുസ്ലിം വിദ്യാർത്ഥികൾക്കെതിരായുള്ള ഫാസിസ്റ്റ് സമീപനത്തിനെതിരെ MSF സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ കോഴിക്കോട് പ്രതിഷേധ പ്രകടനം നടത്തി. ദളിത് ന്യൂനപക്ഷക്കാർക്കെതിരായ RSS രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ജീവനൊടുക്കിയ രോഹിത് വെമുലിയെന്ന് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ സംയുക്ത സമര സമിതി നായകൻ ദ്വന്ദ്വ പ്രശാന്ത് പറഞ്ഞു. കോഴിക്കോട് നടത്തിയ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സവർണ ഫാസിസം രാജ്യത്തെ ക്യാമ്പസുകളെ കലാപഭൂമിയാക്കിയിരിക്കുകയാണ്. മതത്തിന്റെയും ജാതിയുടെയും മറ്റും പേരിൽ ഭിന്നിപ്പിച്ച് ലക്ഷ്യം നേടാനാണ് BJPയും RSSും ശ്രമിക്കുന്നത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പ്രശ്നങ്ങളെ കേന്ദ്ര ഭരണകൂടം സമീപിച്ച രീതി പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും ദ്വന്ദ്വ പ്രശാന്ത് പറഞ്ഞു. MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി അധ്യക്ഷം വഹിച്ചു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് MT പ്രേംകുമാർ മുഖ്യാതിഥിയായിരുന്നു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CK സുബേർ, കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം മേധാവി ഡോക്ടർ MV മനോജ്, ഷമീർ CK, മുഹമ്മദ് അലി, അസീസ് കുളത്തൂർ, TA ഫാസിൽ, ഫസൽ, ഫാത്തിമ തഹ്ലിയ, മുഫിദ തസ്നി, PG മുഹമ്മദ്, ഹഫ്സൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം കോഴിക്കോട് വരണമെന്ന് MK രാഘവൻ MP. ഗ്ലോബൽ ആയുർവേദ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യം സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നിവേദനം സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 100ഓളം ലോകരാജ്യങ്ങളിൽ ആയുർവേദത്തെ പ്രചരിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉതകുന്ന വിപുലമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടന്നുവന്ന 3ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ സമാപിച്ചു. ആയുർവേദ മരുന്ന് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ കേരളത്തിൽ പ്രത്യേക യൂണിറ്റ് സ്ഥാപിക്കാൻ ഫെസ്റ്റിവൽ തീരുമാനിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം കോഴിക്കോട് സ്ഥാപിക്കണമെന്ന് MP സമാപന യോഗത്തിൽ പറഞ്ഞു. വരും തലമുറയ്ക്ക് ആവശ്യമായ ആയുർവേദ ഔഷധങ്ങൾ നമ്മുടെ തൊടിയിൽ നട്ടുനനച്ച് വളർത്തണം. അത്തരമൊരു ദൌത്യം കൂടി ഈ സംഘടക സമിതി ഏറ്റെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ആയുർവേദത്തിന്റെ പ്രസക്തി, ആവശ്യകത ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഈ മെഡിസിനൽ പ്ലാന്റേഷനെ കുറിച്ചുള്ള ഒരു ചിന്ത, ചർച്ച ഉണ്ടാകുന്നതാണ്. ഇത് സ്വാഭാവികമായി നമ്മുടെ ആയുർവേദ ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യത്തിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യങ്ങൾ, ആവശ്യമായ റോ മെറ്റീരിയൽ കിട്ടുന്നില്ല, ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ചടങ്ങിൽ ഡോക്ടർ MP മാധവൻകുട്ടി വാര്യർ അധ്യക്ഷനായിരുന്നു. ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിലെ മികച്ച സ്റ്റാളായി സോമതീരം ആയുർവേദ ഗ്രൂപ്പിനെ തെരഞ്ഞെടുത്തു. നാഗാർജുന ഹെർബൽ കൺസ്ട്രക്ഷൻസ് 2ാം സ്ഥാനം നേടി. ഉമ ആയുർവേദിക് ശാന്തിഗിരി ആശ്രമം എന്നിവ 3ാം സ്ഥാനങ്ങൾ പങ്കിട്ടു. ബെസ്റ്റ് ഇൻഫർമേറ്റീവ് പാവലിയനായി മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനെ തെരഞ്ഞെടുത്തു. PV ഗംഗാധരൻ, ഡോക്ടർ വേണുഗോപാൽ, M രാധാകൃഷ്ണൻ, ഡോക്ടർ K മൊയ്തു, K ബാബുരാജ്, N സുബ്രഹ്മണ്യൻ, ഡോക്ടർ ബേബി കൃഷ്ണൻ, ഡോക്ടർ മനോജ് കാളൂർ, ഡോക്ടർ C സുരേഷ്, ഡോക്ടർ ബൈജു എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് ചെലവൂരിലെ പതഞ്ജലി യോഗ കേന്ദ്രം പുതിയ യോഗ പരിശീലക കോഴ്സുകൾ തുടങ്ങുന്നു. യോഗ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മികച്ച പരിശീലകരെ വാർത്തെടുക്കുകയാണ് കോഴ്സുകളുടെ ലക്ഷ്യമെന്ന് യോഗ കേന്ദ്രം സാരഥികൾ പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള ക്ലാസുകളിലൊക്കെ തന്നെ പലതരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ജനങ്ങളാണുള്ളത്. പക്ഷെ യോഗ ചെയ്തു കഴിയുമ്പോൾ, തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് ആ മെഡിസിൻ കുറയ്ക്കേണ്ട ഒരു ആവശ്യമാണ് വരുന്നത്. ഭാരതീയ ആചാര്യന്മാരാൽ സമർപ്പിതമായ മഹത്തായ യോഗവിദ്യ ഇന്ന് ലോകമെങ്ങും പ്രചരിക്കുകയാണ്. യോഗ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചെലവൂർ പതഞ്ജലി യോഗ കേന്ദ്രം കൂടുതൽ പരിശീലക കോഴ്സുകൾ തുടങ്ങുമെന്ന് യോഗ കേന്ദ്രം സാരഥികൾ പറഞ്ഞു. 2002 സ്ഥാപിതമായ ചെലവൂരിലെ യോഗ സെന്ററിന് കോഴിക്കോട് ജില്ലയിൽ ഉടനീളം നിരവധി ശാഖകളും യോഗ ക്ലാസുകളുമുണ്ട്. യോഗ പ്രചരിപ്പിക്കുക, യോഗയിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണം, മഹത്തായ ജീവിത രീതി തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ തുടങ്ങുന്നതിന്റെ ലക്ഷ്യമെന്നും സാരഥികൾ പറഞ്ഞു. ക്ലാസുകൾ ഫെബ്രുവരി 7 ആരംഭിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി ജീവനക്കാരുടെ പണിമുടക്ക് സമരം. സാഹിത്യോത്സവത്തിൽ T പത്മനാഭന്റെ ജന്മദിനാഘോഷം. ജീവിത യാഥാർത്ഥ്യങ്ങളെ പകുത്തു നൽകി KR മീരയുമായി മുഖാമുഖം. കരാർ തൊഴിലാളികളെ ഒഴിവാക്കി പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ പ്രതിഷേധം. തിരുവണ്ണൂർ കോട്ടൺ മിൽ CITU ഉപരോധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.